നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സേ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ തമിഴ് ദേശീയവാദികൾക്ക് ചുമ്മാ ഒരു തള്ളിമറിക്കലുണ്ട്. അതായത് തമിഴാണ് ഏറ്റവും ആദ്യത്തെ ദ്രാവിഡ ഭാഷ, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണ് തമിഴ്. തമിഴിനെന്തോ വലിയ മഹനീയമായ സ്ഥാനമുണ്ട്. ശുദ്ധ ഉടായ്പാണത്, ശുദ്ധ അസംബന്ധമാണത്. സംസ്കൃത പണ്ഡിതനായിരുന്ന അഗസ്ത്യ മഹർഷി ദ്രാവിഡ ദേശത്ത് വന്നപ്പോൾ ഒട്ടും പരിഷ്കൃതരല്ലാത്ത, അല്ലെങ്കിൽ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത കാടന്മാരായി ജീവിച്ചിരുന്ന തമിഴ് ജനതയ്ക്കിടയിൽ വരികയും അവർക്ക് സംസ്കാരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഭാഷ ഉണ്ടാക്കുകയും ചെയ്തു. ഏതിൽ നിന്നുണ്ടാക്കി? പഴയ സംസ്കൃതത്തിൽ നിന്നുണ്ടാക്കി. അതാണ് ഈ തമിഴ് എന്ന് പറയുന്നത്. ഈ തമിഴർക്കത് ഉച്ചരിക്കാൻ നാവ് വഴങ്ങാത്തത് കൊണ്ട് സംസ്കൃതത്തിലുള്ള പല വാക്കുകളെയും കുറച്ച് തെറ്റോടെയാണെങ്കിലും അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അക്ഷരങ്ങൾ 51 അക്ഷരങ്ങൾക്ക് പകരം 30 അക്ഷരങ്ങളാക്കി ചുരുക്കി. കാരണം അത്രയൊക്കെ അവർക്ക് ഉച്ചരിക്കാനുള്ള കഴിവുള്ളൂ. അങ്ങനെയാണ് ഈ തമിഴ് ഉണ്ടാകുന്നത്. സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ തമിഴന്മാർ കുടുംബത്തിനെ കുടി എന്ന് പറയും. വാസ്തവത്തിൽ കുടുംബ എന്ന് പറയുന്ന ഒരു സംസ്കൃത വാക്കിൽ നിന്നാണ് അതുണ്ടായത്. അതുപോലെ തന്നെ തമിഴന്മാർ ഫലത്തിന് സംസ്കൃതത്തിലെ ഫലം എന്ന് പറയുന്നത് കായ് അല്ലെങ്കിൽ പഴം എന്നുള്ള വാക്കിന് ഫലമെന്ന് പറയും. തമിഴന്മാരനെ പളം എന്ന് പറയും. ഫലത്തിനെയാണ് പളം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദുരൈ എന്നൊക്കെയുള്ള പേര് നിങ്ങൾ കണ്ടിട്ടിരിക്കും. ദ്വാര എന്നുള്ള വാക്കാണത് സംസ്കൃതത്തിലെ. അല്ല, തമിഴന്മാർ അതേ എന്ന അർത്ഥത്തിൽ ആമ എന്ന് പറയും. ആം എന്ന് പറയുന്ന സംസ്കൃത വാക്കാണത്. ആം എന്ന് പറഞ്ഞാൽ അതേ. തമിഴന്മാർ ആമ എന്ന് പറയും. സൂര്യ എന്ന് പറയുന്ന സംസ്കൃത വാക്കിനെ തമിഴന്മാർ ചൂര്യ എന്ന് പറയും. രാജ, ദ കിങ്, അല്ലെങ്കിൽ രാജാവിനെ രാജസംബന്ധമായത് രാജ എന്നുള്ള വാക്കിനെയാണ് അവർ അരശ് എന്ന് പറയുന്നത്. വാന എന്നുള്ള വാക്കിനെയാണ് വാനം എന്ന് പറയുന്നത്. വിമാന എന്ന് പറയുന്ന വാക്കിനെയാണ് വാനൂർത്തി എന്ന് പറയുന്നത്. മഹ എന്നുള്ള വാക്കിനെയാണ് മിഗു എന്ന് പറയുന്നത്. ശ്രീ എന്നുള്ള സംസ്കൃത വാക്കിനെയാണ് തിരു എന്ന് പറയുന്നത്. രക്ഷ എന്നുള്ള സംസ്കൃത വാക്കിനെയാണ് ഇരക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ എന്ന് പറയുന്ന സംസ്കൃത വാക്കിനെയാണ് ഇന്ത പകുതിയിലേ വണങ്ങിയോർ, പകുതി എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ ധനം എന്ന് പറയുന്ന സംസ്കൃത വാക്കിനെയാണ് അവർ തനം എന്ന് പറയുന്നത്. അതായത് സംസ്കൃതം തന്നെയാണ്. തമിഴ് മുഴുവനും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും അത് സംസ്കൃതം തന്നെയാണ്. സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ട, തെറ്റായി ഉച്ചരിച്ചുകൊണ്ട് കടം കൊണ്ട ഒരു ദ്രാവിഡ ഭാഷ മാത്രമാണ് ഈ തമിഴ്.